കണക്കുണ്ടല്ലോ ഡോക്ടറെ. സുജാ, സുജാ, സുജേ, എടോ എടാ സെൽവ, ഇപ്പൊ തന്നെ സെഡേഷൻ കൂടുതലാ. ആ കണ്ണ് തുറന്നോ? നീ വലിയ സർജൻ അല്ലടാ, കഴിവേറിട മോനെ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നിനക്ക് വലിയ വലിയ സർജറി ചെയ്താൽ മാത്രം പോരാ, എന്നെ കൊണ്ട് കണ്ടാലവലാദികളുടെ കുണ്ടി കയ്യിട്ട് തീട്ടം തോണ്ടിക്കണോ അല്ലടാ പട്ടി. This is the last time I'm putting knife on a living body. மாப்பிள்ள, இவனுக்கு என்ன சர்ஜரி பண்ணலாம் மாப்பிள்ள? വലുതായി ചെയ്യണോ? ചെറുത് മതി. വസക്തമേ. ഹാപ്പി ബർത്ത്ഡേ അലക്സ്. ഒന്നും പറടാ, കിടക്കാതെ കിടക്കടാ. മതി, ചത്തു പോടാവൻ. വാട്ട്സ് നെക്സ്റ്റ് മാപ്പിള്ള? ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ ഇനി ഒരു തെളിവും ബാക്കി വെക്കണ്ട. അപ്പോ നിങ്ങളിവിടെ വന്നിട്ടുമില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ ശിവ. சிவா, இப்ப என்னடா பண்ண போறோம்? ചത്തോടാവൻ. വണ്ടി നിർത്തടാ, വണ്ടി നിർത്തടാ. சரி, பார்த்து பண்றா. All he wanted was to become a good doctor. A good doctor. Doctor. Alexander. അതോടെ കൃഷ്ണദാസിന്റെ പിന്നാലെ എന്നേക്കുമായി അലക്സാണ്ടറും ഇല്ലാതെ. ഞാൻ സിവിയർ ഇഞ്ചുറിയുമായിട്ട് കുറേ കാലം കോമയിലായിരുന്നു. അപകടത്തിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നെന്നും ഞാൻ എല്ലാവരെയും നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നു എന്നൊക്കെ അവൻ പിന്നീട് ക്യാമ്പസിൽ പറഞ്ഞു പരത്തി. എട്ട് മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. ഞാൻ എവിടെയാണെന്നോ എനിക്കെന്ത് സംഭവിച്ചോ എന്നൊന്നും ആരും അറിഞ്ഞുമില്ല, ആരും അന്വേഷിച്ചില്ല, ഒരാളൊഴികെ. Unfortunately, GCS is still at 0. There is no hope for recovery.
റിക്കവറി ഇനി ഇല്ലമ്മേ. ഒരുപാടായില്ലേ. ഇയാളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താതെ നമുക്കിത് റിമൂവ് ചെയ്യാം. അടുത്ത ദിനം ഞാൻ ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കിയ സുജ ആ രാത്രി പുലരാൻ കാത്തു നിന്നില്ല. ആദ്യ പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഈ ചെയിൻ ഓഫ് എവൻസിന്റെ രണ്ടാമത്തെ കൊളാറ്ററൽ ഡാമേജ് ആയി അവൾ മരിച്ചു. അത് ഞാൻ അറിഞ്ഞ പോലുമില്ല. റൊമാൻറ്റിക് അല്ലേ? അവളില്ലാതായ ആദ്യ ദിനം തന്നെ എനിക്ക് ജീവൻ വെച്ചു. കഴിയായിരുന്നെങ്കിൽ മോനെ, പിന്നീട് ഓൺ ആൻഡ് ഓഫ് കോമ പോലുള്ള അവസ്ഥ കുറെ കാലം. സന്ദർശകർ പതിയെ ഇല്ലാതായി. ഞാൻ തനിച്ചായി. എന്നെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അമ്മ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പതിയെ സംസാരിച്ചു തുടങ്ങി, വായിച്ചു തുടങ്ങി. ജീവിതത്തിലെ കുറെ ഓർമ്മകൾ അപ്പോഴും തിരിച്ചു വരാൻ മടിച്ചു. അതിലൊന്നായിരുന്നു എൻ്റെ മെഡിക്കൽ PG കാലഘട്ടം. അത് ഞാൻ പൂർണ്ണമായും മറന്നുപോയി. സുജയെ അതിനിടയിൽ എന്നെ തനിച്ചാക്കി മമ്മ പോയി. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. ഓർമ്മകളില്ലാത്ത മനുഷ്യൻ ദിശ നഷ്ടപ്പെട്ട് നടുക്കടലിൽ അലയുന്ന ഒരു പായ്ക്കപ്പൽ മാത്രമാണ് ഓസ്ലർ. എൻ്റെ ഡിസോസിയേറ്റീവ് അംനീഷ്യ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് ഞാൻ ഇന്നേ ഉറപ്പിച്ചിരുന്നു.